ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ചലഞ്ച് ആയിട്ടാണ്. ഇത് നമ്മൾ ഇതുവരെ ചെയ്തതിലും കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ളതാണ്. കാരണം ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താ പറയാ സാധാ നൂഡിൽസ് ഒന്നല്ല, ഇതൊരു വെറൈറ്റി നൂഡിൽസ് ആണ്. അതായത് നമ്മുടെ കൊറിയൻ ചലഞ്ചിന്റെ പേര് പറഞ്ഞില്ല ഗായ്സ്, സോറി ഞാൻ വിട്ടുപോയി ഗായ്സ്. ചലഞ്ചിന്റെ പേരെന്താണ്? കൊറിയൻ നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹോട്ട് ആൻഡ് സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച്. ഓക്കെ, ഭയങ്കര എരിവാന്നാ പറയണത്. ഇതില് ശരിക്കും പറഞ്ഞാൽ ഇതില് എഴുതി വെച്ചിട്ടുണ്ട് കൊറേയൊക്കെ. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. പറഞ്ഞ ഗൈസ്, ഞാൻ ഇതിലില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ വെറുതെ നിൽക്കുന്നതാണ്. ഇവര് മൂന്നുപേരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത്. ഒരു മിനിറ്റ്. പറയാൻ അപ്പൊ അത് ഞങ്ങളിപ്പോ ഇവിടെ പറയുന്നത് ചിപ്പ് ഭയങ്കര ഒരു വിഷയമാണ് ശരിക്കും അറിയാണ്ടിരുന്നാ മതി ശരിക്കും പറയുന്നത്. നമ്മള് ചെയ്തതാണ്. കാരണം ഇത് ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് ഇതില് മൂന്നുപേരിൽ ആരാണോ ഇത് കൂടുതൽ കഴിക്കുന്നതെന്ന് കരയുന്നതെന്നും അതെ അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണ്. 5 in 1 ആണല്ലോ. 5 ഉണ്ടാവും പാക്കറ്റ്. അതാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈ ചലഞ്ചിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചലഞ്ചിലോട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പോയിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇവർ കഴിക്കാനുള്ളത്. അതെ അല്ല ഞാനാണ്. അപ്പൊ അപ്പൊ നമ്മള് എന്താണ് ഇത് കാണുമ്പോ തന്നെ ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എല്ലാരും നല്ലൊരു അല്ലേ ഉഷാറോടെ കൂടെ കഴിച്ചിട്ട് ഞാൻ ഇതിവിടെ പറയട്ടെ. അപ്പൊ നമ്മള് ഇവര് പറയട്ടെ ഇത് കഴിച്ചു കഴിയുമ്പോ ആരാണോ വിജയിക്കുന്നത് അവർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോ സ്പൈസി അല്ലേ, അപ്പൊ ജയിച്ച് വിജയിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന സാധനം എന്താണ്? ഡയറി കൊണ്ടല്ലേ. ഇതാർക്ക് കിട്ടിയാലും ഒരു പീസ് എനിക്ക് തന്നെ കേട്ടാ. ഓക്കെ, പറ ഇതിനെ കുറിച്ച് പറ, അഭിപ്രായം പറ. ആര് ജയിക്കുന്നു? ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈം ആണ് കഴിക്കാൻ പോണത്. വിജയിക്കുന്നു നൂഡിൽസ് കഴിച്ചിട്ടുണ്ട്. സ്പൈസി ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യാൻ പോണത്. എക്സൈറ്റഡ് ആണ്. നോക്കാം എന്താണെന്നുള്ളത് അറിയാം. അപ്പൊ നിന്റെ ഒരു അഭിപ്രായം പറ. നീ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടാ? എപ്പോ? ഒരു തവണ. അപ്പൊ എന്താണ് ഫീൽ ചെയ്തത് അപ്പൊ കഴിച്ചപ്പോ? നല്ല എരിവായിരിക്കും, ചുണ്ടിലൊക്കെ ഭയങ്കര എരിവായിരിക്കും. ഓക്കെ. അപ്പൊ നീ കാക്കയുടെ അഭിപ്രായം കൂടെ പറ. ഇത് മറ്റേ നമ്മള് എന്തോ പറഞ്ഞ സ്പൈസിക്ക് പിന്നെ എരിവല്ലാണ്ട് പൊള്ളിയുണ്ടാവും. അതായത് മറ്റേ ചൈനയില് മറ്റേ നാഞ്ഞൂളിലൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ അതെ ഇതിനോട് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ വിഷയം വേറെ വിഷയമൊക്കെ പറയാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഫസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോട്ടെ ഗൈസ്, എങ്ങനെയുണ്ടോ? വേണ്ട, കുറച്ച് മതി. ഇക്കാക്ക കിട്ടണില്ലല്ലോ, ഇത്രേ മതി. കൊള്ളാട്ടാ, സൂപ്പർ സാധനം. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവരെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടി പോണു ഗൈസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. സ്റ്റാർട്ട് ചെയ്യല്ലേ. ഞാൻ 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോ മാത്രം നിങ്ങൾ തുടങ്ങിയാൽ മതി. ഓക്കെ, ആരാണോ ഫുള്ള് കഴിച്ച് തീരുന്നത് അവർക്കാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്ന ഡയറി മിൽക്കിന്റെ ബബ്ലി കിട്ടാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ? കരയാമോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കരയണോ ചിരിക്കണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. അയ്യോ, ഇതെന്തത്? ഷിജാസ് കാക്ക ഭയങ്കര പവറിലാണ് കേട്ടാ. സ്പീഡ് കൂടുതലാണ്. ഇക്കാണെങ്കിൽ അവര് കഴിക്കട്ടെ, ഞാൻ പിന്നെ കഴിക്കാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താ കഴിച്ചില്ലല്ലോ എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിട്ട്. കാക്ക കഴിച്ചാ അന്ന് കഴിക്കാൻ അവിടെ വർത്താനം പറയാണ്ടിരിക്കണ ഓരോരുത്തർ കഴിച്ച് തീരാറായി. ഇക്കാക്ക് എന്താണ് അവിടെ കാണിച്ചോണ്ടിരിക്കണേ? കാക്ക പയ്യെ കഴിക്ക്. കാക്ക അരിയണില്ല കാക്കക്ക്. പയ്യെ കഴിച്ചാ മതി. ഫിക്രു കഴിക്ക്. പ്ലീറ്റിലോട്ട് നോക്ക്. ഇത് നോക്ക്.
ബാക്കി മുട്ടിക്കാൻ ചുണ്ടി മുട്ടിക്കാൻ ചാച്ചു ഇത് കൈ ഇങ്ങനെ തോപ്പിക്കാൻ പറ്റില്ല. പുളിയൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് അറിയതാണല്ലേ. അത് ചുമ്മാ നമ്മ പറയൂല. സമ്മതിക്കണം സീനാണ്. ഞാനൊരു ഇച്ചിരി കഴിച്ചപ്പോ തന്നെ എന്റെ കൊടലി ഇതായിപ്പോ ഇവിടെ എനിക്ക് ഇപ്പോഴും പുകയുന്നുണ്ട് ഗൈസ്. ഇപ്പൊ ചൈനയിൽ നിന്നോണ്ടാ വെള്ളം തരാം ഫുള്ള് കഴിച്ചിട്ട് വെള്ളം തരും. ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാം. ഇങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കാതെ. ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കെ തിന്നെ. ഞാൻ തീർക്കാൻ പോയില്ല. നീ കഴിച്ചിട്ട് കാര്യമില്ല ചാച്ചു. നീ ചാച്ചു കഴിക്കണ്ട നിർത്തിയൊരു ചാച്ചു. അപ്പൊ ഞാനിതാ തീർക്കാൻ പോവുകയാണ്. ഗൈസ് അപ്പൊ നമ്മുടെ ഈ നൂഡിൽസ് സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ചില് വിജയിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ ഷിജാസ് ബോയ്ക്കാണ് ജയിച്ചിരിക്കുന്നത്. സമ്മതിക്കണോട്ടെ ഗൈസ്. വേണ്ട ഇക്കാ കഴിച്ചു, എന്നാലും ഇക്കാക്കല്ലേ ജയിച്ചത്. ഗൈസ് സമ്മതിക്കണോട്ടെ ഗൈസ്. വിചാരിക്കണ പോലെ കഴിച്ചിട്ട് നല്ല സ്പൈസി ഉണ്ട്. ഇവിടെ ഈ ചുണ്ട് ഫുള്ള് ഇങ്ങനെ നല്ല എരിവുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കാണുന്ന പോലെ അത്ര ഈസി ഒന്നല്ല, നല്ല ടാസ്ക്. ഇച്ചിരി ടാസ്ക് കൂടുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പറ്റണില്ല. ഇദ്ദേഹം വെറുതെ ഉഡായിപ്പാണ് നോക്കി ഒന്നും കഴിച്ചിട്ടില്ല. എന്നോട് സൈഡിൽ കൂടെ ഡയറി മിൽക്ക് ഒക്കെ കൊടുക്കാൻ. ഇത് ഇനി നമുക്ക് വേണമെങ്കിൽ ചിപ്പൂന് കൊടുത്തിട്ട് വേണ്ട. അപ്പൊ നമുക്ക് ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്ന ഷിജാസ് ബോയ്ക്ക് ഡയറി മിൽക്ക് കൊടുക്കാം. അല്ല ചാച്ചു ഇതില് മിണ്ടണ്ട. ഫിക്രുക്ക് പിന്നെയും കണ്ടോ കുറച്ചും കൂടി ഉള്ളൂ, അത്ര എത്തി. പക്ഷെ എന്താണ് നമ്മളിത് ഫുള്ള് കഴിക്കണവർക്കാണ് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ ചെറിയ ഭക്ഷണം ഞാൻ ചിപ്പൂന് തരുന്നതല്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കാലോ. തിന്നത് കൊടുക്കണ്ടേ. നല്ല എരിവുണ്ട് ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഈ ടാസ്ക് ഇഷ്ടമായ ഗൈസ്? നല്ല ഇഷ്ടമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല എരിവുണ്ട്. ആണല്ലേ? എനിക്ക് വിശപ്പ് തീർന്നു. ഉള്ള വിശപ്പ് പോയി. എനിക്ക് ഡയറി മിൽക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ ജയിച്ചു. കുഴപ്പമില്ല, അവിടെ ഉണ്ടാണ്ടിരിക്കും. ഓക്കെ ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ചലഞ്ച്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ചലഞ്ച് ആയിട്ട് വരുന്നത് വരെ കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.